We are deeply honored to have our chief guest, Dr. Muhammad Kutti Nechikatte, Chairman of Ajfan Group. നമസ്കാരം. ആദ്യമായിട്ട് ഉദ്ഘാടനം മുമ്പ് ഞാൻ ഒരു 4ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ്. 4ാം ക്ലാസ്സിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാഞ്ഞത് ദാരിദ്ര്യം, ഡ്രസ്സില്ല, ബുക്കില്ല. ഈ സ്ലേറ്റ് ഉണ്ടായിരുന്നു, സ്ലേറ്റിൻ്റെ മൂല പൊട്ടിച്ചിട്ട് എഴുതും, പെൻസിലിന് പൈസ ഇല്ലാഞ്ഞിട്ട്. അങ്ങനെ 4ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ ഡിഗ്രിയൊക്കെ പൂർത്തിയായി എന്ന് തോന്നി അങ്ങനെ ബിസിനസ്സിനിറങ്ങി. അപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് കിടക്കുക. IADCൻ്റെ 25ലുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. ബിസിനസ്സിൻ്റെ 2 ഗോളാണുള്ളത്, ലോസ് ആൻഡ് പ്രോഫിറ്റ്. അതിൽ ലോസും വരും, പ്രോഫിറ്റും വരും. ലോസ് വന്നാൽ അത് എങ്ങനെ തരണം ചെയ്യണം? ചില ആളുകൾ ലോസ് വന്നു കഴിഞ്ഞാൽ സൂസൈഡ് ചെയ്യും, ട്രെയിന് തലവെക്കും, മെൻ്റലാവും, ഫാമിലി പ്രോബ്ലം ഉണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. അത് ലോസ് വന്നു, അത് എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് ആദ്യം നമ്മൾ അത് കണ്ടുപിടിക്കണം. ചില ആളുകൾക്ക് ചെറിയ മനസ്സായിരിക്കും, ലോസ് വന്നാൽ താങ്ങാൻ പറ്റില്ല. സെക്കൻഡ്, ഹാർഡ് വർക്കറായിരിക്കണം, മടിയന്മാരാവരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. എപ്പോഴും നമ്മളെ ശ്രദ്ധ ബിസിനസ്സിലായിരിക്കും. നമുക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ നല്ല രീതിയിൽ വളർത്തണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിൽ. എന്നതുപോലെ ആ ബിസിനസ് നമ്മളെ കുട്ടിയാണ്. അവന് എന്തെല്ലാം വേണം ആ ബിസിനസ്, അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ഉറക്കുണ്ടാവില്ല, രാത്രി 2 മണിക്ക് പോകേണ്ടി വരും, രാവിലെ 4 മണിക്ക് പോകേണ്ടി വരും, രാത്രി 16 മണിക്കൂർ പണിയെടുക്കേണ്ടി വരും, ഇതൊക്കെ വേണ്ടി വരും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. 3ാമത്തെ കാര്യം, വിഷൻ. ഞാൻ അജ്ഫാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു. ഇതിങ്ങനെ ചെറിയൊരു ഈത്തപ്പഴത്തിൻ്റെ കച്ചവടമാണ്. ഇവിടെ വിജയിക്കോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് 218 ഔട്ട്ലെറ്റ് അജ്ഫാനുണ്ട്. 2600 തൊഴിലാളികളുണ്ട്. 14 സ്റ്റേറ്റിൽ അജ്ഫാൻ എത്തി. ധൈര്യം. 78 ഞാൻ സൗദി അറേബ്യക്ക് പോകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട് 15,000 രൂപക്ക് വിറ്റ് 8,000 രൂപ വിസക്കും കൊടുത്ത് 7,000 രൂപക്ക് എൻ്റെ പെങ്ങളെ വിവാഹം ചെയ്ത് കൊടുത്ത് ഫാമിലിനെ വാടക വീട്ടിലാക്കിയിട്ടാണ് ഞാൻ സൗദിയിലേക്ക് പോയത്. പോകുമ്പോൾ എൻ്റെ വയസ്സ് 18ആണ്. അങ്ങനെ ഇറങ്ങിയ അന്ന്, സൗദി അറേബ്യയിൽ ഇറങ്ങിയ അന്ന് രാവിലെ 8 മണിക്ക് ഇറങ്ങി 11 മണിയായപ്പോൾ തന്നെ 230 റിയാല് പോക്കറ്റിലാക്കി. അതാണ് ബിസിനസ്മാൻ. നിങ്ങൾ പല ആളുകളും ബിസിനസ്സിനെ പറ്റി സംസാരിക്കാൻ വരുമ്പോൾ അവർക്ക് ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ഞാനെന്ന് പറഞ്ഞാൽ എന്നെ പോലത്തെ ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസാണ്. അപ്പോൾ അത് മറ്റുള്ളവൻ്റെ കോപ്പി അടിക്കാതെ അവനാ സ്വയം കണ്ടെത്തിയിട്ട് വേണം ബിസിനസ്, അതിനെപ്പറ്റി പഠിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വേണം നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ. സൗദി അറേബ്യയിൽ ഇറങ്ങി അന്ന് രാവിലെ 8 മണിക്ക് ഇങ്ങനെ തമിഴന്മാരും ആന്ധ്രക്കാരും എല്ലാവരും ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു എന്താ നിങ്ങൾ പോസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്റ്റാമ്പ് കിട്ടാനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റാമ്പ് കൊടുന്ന് വിറ്റാ പൈസ ഉണ്ടാക്കാം. അങ്ങനെ ഉടനെ എനിക്ക് 100 റിയാൽ അഡ്വാൻസ് തന്നു. എൻ്റെ മറ്റത്തൂരുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഓന് 100 റിയാൽ അഡ്വാൻസ് കിട്ടി. 200 റിയാലായി. 200 റിയാല് ഓനോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് തരാം, എൻ്റെ 100 റിയാൽ എനിക്ക് വായ്പ ഉണ്ടോന്ന്. ആ 100 എൻ്റെ 100 വെച്ചിട്ട് ബിൽഡിങ് 8 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് മെയിൻ റോഡ് എവിടെയാ നോക്കി. അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ വണ്ടികൾ ഇങ്ങനെ പോകുന്നു. അങ്ങനെ മനസ്സിലായി അവിടെയാണ് മെയിൻ റോഡ്. ഉടനെ ഇവിടുന്ന് ഇറങ്ങി അവിടെ നടന്നെത്തി. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഞാൻ 1978 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഞാൻ ദമാമിലെത്തുന്നത്.
അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ കിഴക്കൊരു വലിയ ബിൽഡിങ് കണ്ടു. അന്ന് മലയാളികൾ പറയല് സൈക്കോ ബിൽഡിങ്ങിന്റെ അവിടെ തന്നെ സമയം കത്തെഴുതും, ഫോണൊന്നുമില്ല, കത്തെഴുതും ഞാൻ ഇത്ര സമയം സൈക്കോ ബിൽഡിങ്ങിന്റെ അടിയിൽ വന്നിക്കാൻ, അപ്പൊ കാണാൻ വേണ്ടി ആളുകളൊക്കെ അവിടെയാണ് വരാറ്. അപ്പൊ ഈ സൈക്കോ ബിൽഡിംഗ് കണ്ടപ്പോൾ മനസ്സിലായി ടൗണും കെട്ടാണ്. നടന്നു 2 കിലോമീറ്റർ ഉള്ളൂ. ഒരു പാകിസ്ഥാനെ കണ്ടപ്പോൾ ചോദിച്ചു പോസ്റ്റ് ഓഫീസ് കിതറയാണ്. ബോംബെന്ന് കിതറയെന്ന് പഠിച്ചു. ചെറുപ്പം പോലെ നമ്മളൊക്കെ പറയുമല്ലോ പോസ്റ്റ് ഓഫീസ് എന്ന്, അത് അവിടെ ഉപയോഗിച്ചു. അങ്ങനെ അവൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാൽ മതി. അവിടെ ചെന്നിട്ട് അറബിയാണ് കൗണ്ടറിലിരിക്കുന്നത്. അറബിനോട് പറഞ്ഞു സ്റ്റാമ്പ് ഇന്ത്യ 200 റുപ്യയും കൊടുത്ത് അയാൾ 300 സ്റ്റാമ്പ് എനിക്ക് തന്നു. 65 പൈസയാണ് ഒരു സ്റ്റാമ്പിന്റെ കോസ്റ്റ്. 5 രൂപ തിരിച്ചും തന്നു. അതിങ്ങനെ മടക്കിയിട്ട് പിടിച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ് കമ്പനിക്ക്. ലാഭം അപ്പം തന്നെ കൂട്ടി 30 റിയാൽ, 10 പൈസ. 65ന്റെ സാധനം 75 പൈസ. ഉടനെ അവിടെ എത്തി. സ്റ്റാമ്പ് എന്ന് പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് സ്റ്റാമ്പ് വിറ്റു, 30 റിയാൽ പോക്കറ്റിലായി. പിന്നെ നിറയെ ആൾക്കാർ വന്നപ്പോൾ അവരോട് പറഞ്ഞു അഡ്വാൻസ് തരികയാണ് നിങ്ങൾക്ക് സ്റ്റാമ്പ് കൊടുത്തു തരാം. അങ്ങനെ കുറെ ആൾക്കാർ 20 സ്റ്റാമ്പ് 30 സ്റ്റാമ്പ് അങ്ങനെ പൈസ അഡ്വാൻസ് വാങ്ങി. മറുപടി 2000 സ്റ്റാമ്പ് പോയി വാങ്ങി കൊടുന്ന് വിറ്റു. അന്ന് 2300 സ്റ്റാമ്പ് വിറ്റു 230 റിയാല് 10 പൈസ ഒരു സ്റ്റാമ്പും എല്ലാവരും കിട്ടി. അതാണ് ബിസിനസ്. അപ്പോ എന്താണ് ഇവിടെ ആവശ്യം നമ്മൾ കണ്ടെത്തുക. ആവശ്യമില്ലാത്തപ്പോ റെസിഡൻഷ്യൽ ഏരിയന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഒരു വണ്ടിന്റെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ അത് വിജയിക്കില്ല. അവിടെ എന്താണ് വേണ്ടത്? റെസ്റ്റോറന്റ് വേണം, സൂപ്പർ മാർക്കറ്റ് വേണം, ബാർബർ ഷോപ്പ് വേണം. ആളുകൾക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ ഓപ്പൺ ചെയ്യാം, അപ്പൊ അത് വിജയിക്കും. നമ്മൾ വിജയിച്ചത് സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ്. ഇൻകം ടാക്സ് 100% പക്കായിട്ട് കിട്ടുന്നുണ്ട്. GST ഒരു മാസത്തിൽ 6 കോടി റുപ്യ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. സക്കാത്ത് 2.5 കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പൈസ സക്കാത്ത് നമ്മൾ കട്ട് ചെയ്യേ അല്ലേ കൊടുക്കാതിരിക്കണോ ചെയ്യില്ല. ഈ 3 കാര്യം ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസിനെ പറ്റി ആദ്യം പഠിക്കണം. A to Z പഠിച്ച് ഇല്ലെങ്കിൽ അതില് നമ്മൾ ഇറങ്ങി ജോലി ചെയ്ത് ഒരു എംപ്ലോയി ആയി പഠിച്ചതിന് ശേഷം മാത്രമേ ആ സ്ഥാപനം തുടങ്ങാൻ പറ്റൂ. ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ അത് തുടങ്ങണം. ഒരു ജോലിയൊക്കെ ആയി 5-6 കൊല്ലം ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ സാധിക്കൂല, കഴിയൂല, എക്സ്പീരിയൻസും ഇല്ല. എക്സാമ്പിൾ, ഒരു വണ്ടി നിൽക്കുന്നുണ്ട്, ഒരാൾ ചാവി തന്നിട്ട് ഡ്രൈവിംഗ് അറിയാത്ത ഒരുത്തിനോട് പറയും ഈ വണ്ടി ഒന്ന് ഓടിക്കാന്ന് പറഞ്ഞാൽ അവ ഓടിച്ചാൽ അത് ആക്സിഡന്റ് ആവും. ശരിയല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും അറിയുന്ന ഫീൽഡിലായിരിക്കണം ബിസിനസ് തുടങ്ങുക. അറ്റ്ലീസ്റ്റ് ഞാൻ 8 വയസ്സിൽ കടല വാങ്ങി വിറ്റിരുന്നു. കടല 1 കിലോ കടല വാങ്ങി 1 റുപ്യ 60 പൈസയാണ് അന്നത്തെ കാലത്ത്. അത് വാങ്ങി വിറ്റ് 3.5 രൂപ 3 രൂപക്ക് വിറ്റിട്ട് ബാക്കിയുള്ള പൈസ എൻ്റെ വീട്ടിൽ സാധനം കൊണ്ടുവന്ന് അവിടെ നിന്നാണ് നമ്മൾ ബിസിനസ്. 1973 മുതൽ 78 വരെ ഞാൻ അലുമിനിയം തലയിൽ ഏറ്റിട്ട് എല്ലാ വീട്ടിലും കൊണ്ടുനടന്ന് വിൽക്കായിരുന്നു. എവിടെ? കണ്ണൂര്, കാസർഗോഡ് സ്ഥലങ്ങളിൽ. അത് അന്ന് അലുമിനിയം കച്ചവടം ചെയ്തേക്കണെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് എന്ന് നമ്മൾ പഠിച്ചു. 78ലാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. ഒരു ദിവസം 40 കിലോനാണ് 50 കിലോയാണ് ബിസിനസ് ക്ലാസ്സിന് ലഗേജ് കാലിക്കറ്റക്ക്. ഞാൻ എമിറേറ്റ്സ് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ ദമാം ടു ദുബായ് ടു കാലിക്കറ്റ്. ദുബായിൽ 1 ദിവസം ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങി അവിടുന്ന് കുറെ 50 കിലോ ലഗേജും കൊണ്ട് എയർപോർട്ടിൽ വന്നപ്പോൾ കൗണ്ടറിൽ പറഞ്ഞു 500 റിയാൽ കെട്ടണം, കിലോന് 50 രൂപ വെച്ച് കെട്ടണം. അപ്പൊ കൗണ്ടറിൽ ഞാൻ ചോദിച്ചു എന്തിനാണ് 500 രൂപ കെട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡയറക്റ്റ് പോകുന്ന പാസഞ്ചറിനാണ് 50 കിലോ. ദുബായിൽ ഇറങ്ങി കയറിയവർക്ക് 40 കിലോന് അലൗട്ടുള്ളൂ. അതുകൊണ്ട് എക്സസ് ലഗേജ് 10 കിലോ ഉണ്ട് 500 രൂപ കിട്ടാൻ പറഞ്ഞു.
അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അവരോട് പറഞ്ഞു യു ഹാവ് നൈഫ് എന്ന് ചോദിച്ചു. ഇംഗ്ലീഷ് ഏതിലും വായിച്ചില്ലെങ്കിലും ഇംഗ്ലീഷ് കുറേയൊക്കെ സംസാരിക്കും കേട്ടോ. അപ്പൊ നൈഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നൈഫ് ഉണ്ട്. വന്നിട്ട് ആ പെട്ടി കട്ട് ചെയ്തിട്ട് 2 ആങ്കർ ടിന്നും 2 ടാങ്ക് ടിന്നും 10 കിലോ പുറത്ത് വെച്ചിട്ട് 40 കിലോ ആക്കിയിട്ട് എൻ്റെ ലഗേജ് വിട്ടു. ആ 4 ടിന്ന് പുറത്ത് കൊടുന്ന് വെച്ചിട്ട് കുറേ യാത്രക്കാർ ഇരിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, ഇതിന്റെ കോസ്റ്റ് ഓഫ് 35 റിയാലാണ്. ഐ വിൽ സെയിൽ 25 റിയാൽ. 25 റിയാലിന് ഞാൻ നിങ്ങൾക്ക് തരാം. 35 റിയാലിന്റെ കോസ്റ്റാണ്. ഇപ്പൊ 4 ആൾക്കാർ ഇത് മേടിച്ചു. 100 റിയാൽ കയ്യിൽ കിട്ടി. ആ 100 റിയാൽ പോക്കറ്റിലിട്ട് വന്നിട്ട് നേരെ എയർപോർട്ടിന്റെ ഡ്യൂട്ടി ഫ്രീയിൽ വന്നിട്ട് ഈ 4 ടിന്നും 140 റുപ്യക്ക് മേടിച്ചു. അപ്പൊ നമ്മളെ ലോസ് എത്രയാണ്? 40 റിയാലേ ഉള്ളൂ. അല്ല, ബുദ്ധിയില്ലാത്ത ബിസിനസിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ 500 റുപ്യ കൊടുത്തിട്ട് നേരെ പോരും. അപ്പൊ നമ്മളെ ലോസ് എത്ര അവിടെ വന്നത്? 40 റിയാൽ. എന്തുകൊണ്ടാണ് അത് തോന്നിയത്? എക്സ്പീരിയൻസ് ആണ്. ഇന്ന് ഒരു ദിവസം 1.5 കോടി 1.25 കോടി ബിസിനസ്സുള്ള ഞാൻ ഇന്നും ചില ദിവസങ്ങളിൽ 24 മണിക്കൂർ ജോലി ചെയ്യും. എന്തിനാണ് 24 മണിക്കൂർ എനിക്ക് ജോലി ചെയ്യേണ്ട ഒരാവശ്യമില്ല. എനിക്ക് ലാസ്റ്റ് അങ്ങേയറ്റം പോയാൽ 250 രൂപയാണ് ഒരു ദിവസത്തെ ചെലവ്. 250 രൂപ കയ്യിലുണ്ടായാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ചെറുപ്പത്തിൽ ജീവിച്ചത് എങ്ങനെ അത് തന്നെ ഇപ്പോൾ ജീവിക്കുന്നത്. വണ്ടികളൊക്കെ ഒന്ന് മാറിയെന്നല്ലാതെ മനസ്സൊക്കെ ഒരേ മാതിരിയാണ്. കാരണം അനുഭവമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അനുഭവം ഗുരു. ബിസിനസ്സൊക്കെ ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാവുമ്പോൾ പാവങ്ങളെ സഹായിക്കുക, അതാണ് നമ്മൾ ഉപയോഗിച്ചതും നമ്മൾ കഴിച്ചതും മാത്രമേ നമ്മളുള്ളൂ. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ബിസിനസ്മാൻ ആയാൽ എത്ര ആൾക്കാർക്ക് ഗുണമുണ്ട്. ഇന്ന് അജ്ഫാൻ 2013 തുടങ്ങിയ അജ്ഫാൻ 2600 എംപ്ലോയി ഉണ്ട്. 2600 കുടുംബം ജീവിക്കുന്നുണ്ട്. 2600 എംപ്ലോയിക്ക് ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് അവരാവശ്യപ്പെട്ടിട്ടല്ല, എൻ്റെ നല്ല മനസ്സോട് കൂടിയിട്ട്. അതുപോലെ ഗവൺമെന്റ് GST ഇൻകം ടാക്സും കിട്ടും. ഗവൺമെന്റ് ഭയങ്കര മെച്ചാണ് ഒരു ബിസിനസ്മാനെ കൊണ്ട്. അതുപോലെ നമ്മള് പാവപ്പെട്ടവനെ ധർമ്മം, ട്രസ്റ്റ്, ചാരിറ്റി ഇതൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട്. ഒരു സാധാരണ ഒരു ഗവൺമെന്റോ ഒരു ജോലിക്കാരനാണെങ്കിൽ അവനും അവന്റെ കുടുംബം മാത്രം പട്ടിണി കിടക്കാതെ അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലൈഫ് തന്നെ മാറിപ്പോവും. കണ്ടമാനം ആളുകൾക്ക് ജോലി കൊടുക്കുക, കണ്ടമാനം ചാരിറ്റി ചെയ്യുക, പാവപ്പെട്ടവന്റെ കണ്ണീര് ഒപ്പാൻ നമുക്ക് പറ്റും. ഇനി എന്താണ് മാഷേ കരഞ്ഞു വരുമ്പോ ഇമ്മ അണിഞ്ഞോട്ട് പൊടിച്ചിട്ട് വരും സാരല്ല.